നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ളോഗ്സ് ഗൈസ്. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോൻ്റെ ഇൻട്രോ ഒക്കെയാണ് എടുത്തത് ആദ്യം. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ വേറെ ഒരു വിഷയത്തിലേക്ക് തെന്നി മാറിയത് കൊണ്ട് ഞാൻ വീണ്ടും ഇൻട്രോ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോയിൽ ഒരേ ഡ്രസ്സ് ആയതുകൊണ്ട് ആയേക്കാം. സോ നിങ്ങളത് തെറ്റിദ്ധരിക്കരുത്, ഒരേ ദിവസം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ എന്താണ് കാണാൻ പോകുന്നത്? അതെ, ഒരു എന്താ പറയുക അതിന്, ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു വിയേർഡ് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ. ഞാൻ ഈ പ്രഗ്നൻസി സമയത്ത് കഴിക്കുന്ന ഒരു വിയേർഡ് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേരിടാം, പേരിടാം. അപ്പോൾ അതാണ് നമ്മളുടെ മൊത്തത്തിലുള്ള ഇന്നത്തെ ഈ വീഡിയോത്തെ കോണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പിന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. പലവരും ചിലപ്പോൾ ഇത് കണ്ടിട്ട് അയ്യേ എന്ന് വരെ പറഞ്ഞേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഗൈസ്, വല്ലപ്പോഴും ഇങ്ങനത്തെ ഒരു തമാശ അല്ലെങ്കിൽ ജീവിതത്തിലൊരു രസം വേണ്ടേ? ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ. ഇന്ന് ഞാൻ ഫുൾ പവർ എനർജിയിലാണ് രാവിലെ എണീറ്റത്. അതിൻ്റെ ആ ഒരു എനർജിയും പവറും നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും അല്ലേ? ഓക്കെ, സോ ഞാൻ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഡിലേ ആക്കുന്നില്ല. നമുക്ക് നമ്മളുടെ കിച്ചണിലേക്ക് പോകാം. ഹലോ, ഹായ്, നമസ്കാരം. കഴിഞ്ഞു. അയ്യോ, ഞാൻ കേട്ടു. അപ്പൊ ഗൈസ്, നമ്മൾ പണി തുടങ്ങി. നമ്മുടെ മെസ്സേജ് വന്നു, എഴുന്നേറ്റില്ലേന്ന്. എന്റെ ഷെഫിന്റെ ഇഞ്ചുറി കാരണം ഈ വീട്ടിലെ പണിയൊക്കെ ഗൈസ് അവൻ വേടച്ചിട്ട് ഇഞ്ചറി ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം. അല്ലെങ്കിൽ എന്റെ ഷെഫ് അപ്പോയിന്റ് ചെയ്ത പുതിയ ഷെഫാണ് ഈ ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത്. പേര് ശ്രീവിൻ. നിങ്ങൾ അറിയായിരിക്കും, കല്യാണം ചെറുതായിട്ട് ഞാൻ ആ ഷെഫിനോടാണ് കഴിച്ചത്. എനിവേസ്, ആ ഷെഫ് ഇനിയിപ്പോ കുറച്ച്, ഞാൻ എന്ന് ജിമ്മ് നിർത്തിയോ അവൻ വളരെ റെഗുലർ ആയിട്ട് ജിമ്മ് പോകണ്ട്. എന്താണ് ആ ജിമ്മില് എന്ന് എനിക്കറിയില്ല. എനിവേസ് പോട്ടെ, കുറച്ച് സമാധാനം ജിമ്മിൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സോ അവനുള്ള ചായ ഉണ്ട്. ഞാന് ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ ഇന്ന് എനിക്ക് കഴിക്കാൻ കൊതിയാവുന്നത് വേറൊരു സംഭവമാണ്. ഞാൻ ഇപ്പൊ ഈ ഗർഭിണി ആയതിന്റെ ശേഷം കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കഴിക്കാറുണ്ട്. ഗർഭിണിയായിട്ടൊന്നല്ല, എന്നാലും ചില ശ്രീകുട്ടൻ അവിടെ കൊഞ്ഞനം കുത്തുന്നുണ്ട്. അതാണ് ഗൈസ്. അപ്പൊ കാണുന്നവർക്ക് ശ്രീകുട്ടൻ ചോദിക്കാറുണ്ട്, അയ്യോ ഇതെങ്ങനെ കഴിക്കണേന്ന്. അപ്പൊ ഇന്ന് എനിക്ക്, അതായത് നമ്മളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കേട്ടിരിക്കുന്നത്, ഉപ്പുമാവ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഞാൻ ഒരു പ്രത്യേക തരത്തിലാണ് ഗൈസ് അത് ഉണ്ടാക്കാറ്. ഇടയ്ക്ക് വെള്ളം കുടിക്കണം. ഓക്കെ, ഞാനൊരു പ്രത്യേക തരമാണ് ഉണ്ടാക്കാറ്. അതുകൊണ്ടാണ് ഞാൻ അതിന് വിയേർഡ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കണേ? എനിക്ക് നല്ല അന്തസ്സായിട്ട് നല്ല വെജിറ്റബിൾ ഒക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാം. ചുമ്മാ. പക്ഷേ അതിലേറെ എനിക്ക് ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ ഉപ്പുമാവാണ്. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. നിങ്ങൾ സൂക്ഷിച്ച് കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും അതിന്റെ ഒരു ഇത്. അപ്പൊ ആദ്യം നമ്മള് ശരിക്കുള്ള ഗ്യാസ് ഓൺ ആക്കണം. എന്നിട്ട് ഇത് ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി എടുക്കാം. അതുവരെ നിങ്ങൾ കട്ട് ചെയ്ത് അത് കുടിച്ചു തന്നിട്ട്. അതാണ് റിയാലിറ്റി. ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം ചിരിച്ച്. നീ അത് കണ്ടോ? ശ്രീകുട്ടൻ ഇങ്ങനത്തെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിന്ന് ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പാൻ ചൂടാവണതിന്റെ മുന്നേ തന്നെ എണ്ണ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണയും പാനും ഒരുമിച്ച് ചൂടാവും. അതെങ്ങനെയുണ്ട്? സൂപ്പർ. അത് ഞാൻ തന്നെ കണ്ടുപിടിച്ച എന്റെ
ഇതൊരു ചെറിയ ഉള്ളി അരിഞ്ഞിടില്ലേ, പച്ചമുളക്. പ്ലീസ്. ഈ പോർഷനൊക്കെ കട്ട് ചെയ്താല് അതാ ഞാൻ ചോദിച്ചത്. നീ എന്റെ മറ്റേ മോമോസ് കഴിക്കാൻ പോയ വീഡിയോ കണ്ടായിരുന്നു? എല്ലാം ഞാൻ ഇട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാൻ ചൂടാവണതിന് മുന്നേ നമ്മൾ എണ്ണ ഒഴിച്ചു. അപ്പൊ എണ്ണ ഒഴിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കടുകിട്ടേക്കാം. കാരണം എന്റെ ജോലി ഞാൻ അവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇടയ്ക്ക് കോള് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഇരിക്കാം. അപ്പോഴേക്ക് ഇത് പൊട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ. ഓക്കെ ഓക്കെ. ചായ ഒന്ന് തരുമോ? ചായ ഒന്ന് തിളക്കട്ടെ ഗൈസ്. ഇത്രയും വയ്യാത്തിരിക്കുന്ന ഒരു ഗർഭിണീനെ ഇങ്ങനെ പണിയെടുപ്പിക്കണോ? ഓക്കെ, ഇനി കുറച്ച് ബാക്ക് നമുക്ക് ഇനി കുറച്ച് പൊടികൾ ഇടുക. വാവ്, നമുക്ക് പുട്ടുണ്ടാക്കാൻ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? റവപ്പൊടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വീണ്ടും വന്ന് നോക്കുമ്പോ ഈ കുന്തം ചൂടായിട്ടുണ്ടാവില്ല. അപ്പൊ ചായ ചൂടായ സ്ഥിതിക്ക് നമുക്ക് ചായ ഒഴിച്ച് എന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഗൈസ്, ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പൊ ചായ, എന്റെ ചായക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ട്. ആകെ ഒരാളെ പറഞ്ഞിട്ടുള്ളത്. ഒരാളല്ല, 2-3-4 പേര് പറഞ്ഞിട്ടുണ്ട്. എന്റെ ക്യാമറ ചെയ്യുന്ന അമൽ സാർ പറഞ്ഞിട്ടുണ്ട്, അമൽ സാറിന്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്, അമൽ സാറിന്റെ വൈഫിന്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവന്റെ സ്വന്തം കൂട്ടുകാരനും ഭാര്യയും വന്നപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു, എന്റെ ആണോ ഇവന്റെ ചായയാണോ അടിപൊളി? അപ്പൊ അവര് വളരെ നീ കണ്ടുവച്ചതാണ്, ദുഃഖകരമായി ഗൈസ്, ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല കേട്ടോ. ദുഃഖകരമായി അവര് ആ സത്യം പറഞ്ഞു, ഗൈസ് എന്റെ ചായയാണ് നല്ലത്. അപ്പൊ നമ്മൾ മിസ്റ്റർ ശ്രീവിന് ഇത് എല്ലാം എടുക്കണമെന്നില്ല. ഇതന്നെ ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ഒരു മണിക്കൂറോളം ആവും. ഓക്കെ ഗൈസ്, ഇനി ആ കൈ കൊണ്ട് എടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഓണാക്കി വെക്കുക. കാരണം എല്ലാം ചൂടാവണം. അതില് വെള്ളം നിറയ്ക്കുകയും ഇവിടെ ഞാൻ മാത്രം ചൂടായ പോരെ, വെള്ളം നിറച്ച കുറച്ച് എനിക്ക് ഇവിടെ കാണാം. ഓക്കെ, കണ്ടോ, ചട്ടിയും എണ്ണയും കടുകും ഒക്കെ ഒരുമിച്ച് ചൂടായി. കോമഡി വർക്ക് ആവണില്ല. വയസ്സായി ഗൈസ്, ഞാനിത് ഷോർട്സും കൂടി എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിന് വേണ്ടി ഒന്നും കൂടി വേണമെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കാം. ഈ പാത്രങ്ങൾ മൊത്തം അവിടെ ഇട്ടിട്ട് പോകുന്നതൊക്കെ ഞാൻ കഴുകണം. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി ആ സമയത്ത് തന്നെ കഴുകുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു അതില്ല. ഇതൊക്കെ ഇനി പാത്രങ്ങൾ മൊത്തം അവിടെ ഇട്ട് ഇപ്പൊ ഗർഭിണി ആയതിനു ശേഷം വൃത്തി എന്ന് പറഞ്ഞ സാധനം ഇവിടെയും കൂടി നമ്മളുടെ ഒരു ശ്രദ്ധ വേണം കേട്ടോ. കണ്ടോ, അപ്പൊ ആരെങ്കിലും ഒക്കെ മെസ്സേജ് ഉണ്ടാവും, അവർക്കൊരു തംസപ്പ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കിച്ചണിലേക്ക് വരാം ഗൈസ്. അപ്പോഴേക്ക് ഈ കടുക് ഈശ്വര ഈ വീഡിയോ ഒക്കെ വെള്ള അടപയോ കാണണേ, വെള്ള ടീം ലീഡർ കാണണേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓണാണല്ലോ അല്ലേ? പകുതി മുക്കാലോളം കടുക് പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ട്. ഭയങ്കര അതിബുദ്ധിമതിയായിട്ടുള്ള എന്റെ ഭാര്യയുടെ പ്രകടനമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെയൊന്നും അല്ല ഉപ്പുമാവ് ഉണ്ടാക്കണത്. എനിക്ക് ഉപ്പുമാവ് നന്നായിട്ട് ഉണ്ടാക്കാനും അറിയാം, ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടവർക്കും അറിയാം. പക്ഷെ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് അത് എങ്ങനെ എന്ത് കൂട്ടി കഴിക്കും അതൊക്കെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, ഓ അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ വീഡിയോ ഞങ്ങൾ കട്ട് ചെയ്യാം, നിർത്താം. ഇതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് വാരി വിതറും, കുറച്ച് വിതറിയാൽ മതി. ഓക്കെ, നമ്മൾ ഇങ്ങനെ അത് തള്ളിവിടും. ഓക്കെ, അപ്പൊ ഈ തിളച്ച് വരുന്ന തിള വെള്ളത്തിൽ നമ്മൾ റവ ഒഴിക്കും. റവ ഇടും. 3, 2, 1 ഗൈസ്, അങ്ങനെ നമ്മള് എണ്ണ, കടുക് പൊട്ടിയിട്ട ശേഷം ചൂടുവെള്ളം, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടു. ഇനി എനിക്ക് ഈ ഉപ്പുമാവ്
ഇങ്ങനെ ഭയങ്കര വറാന്ന് എനിക്ക് ഇരിക്കണത് ഇഷ്ടമല്ല. കൊഴാന്നിരിക്കണതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞത് പേളിമണിന്റെ ഏതൊരു വീഡിയോയില് പറയുന്നുണ്ട് കൊഴാന്ന് കുഴക്കണമെന്നോ എന്തോ. എനിവേസ്, അപ്പോ കുറച്ച് റവ ഇട്ടിട്ട് കുറെ വെള്ളം ഒഴിക്കുക. അപ്പൊ ഇങ്ങനെ പിന്നെയും വെള്ളം ഒഴിക്കണോ? വെള്ളം പോലെ ഇരിക്കും. ഇത് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു തരല്ല, ഞാൻ ഉണ്ടാക്കണത് കാണിച്ചു തരുന്നു. നിങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ, ഇത്ര മതി. നല്ലോണം വിശക്കുണ്ട്. എനർജി എപ്പോ പോകുന്ന അറിയില്ല. രാവിലെ കുറച്ച് നേരത്തേക്ക് ഒരു എനർജി ഉണ്ടാവും. ആ എനർജിയിലാണ് ഞാനിപ്പോ ഇത് എടുത്തോണ്ടിരിക്കണം. അത് കഴിഞ്ഞ വയസ്സായി ഗൈസ്, ക്ഷീണാണ് ഗൈസ്. ഇത് ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കുക, എന്നിട്ട് പ്ലേറ്റിലേക്ക് അങ്ങ് തട്ട്. ഇതാണ് കരുവേപ്പിന്റെ ആ ഒരു വാല്യൂ ഞാൻ ഇടില്ല, ഒന്നും ഇടില്ല. സിമ്പിൾ ഉപ്പുമാവ്. ഇതിന് ഉപ്പുമാവ് എന്ന് പറയാൻ പറ്റില്ല. ഇത് കഞ്ഞി, റവ കഞ്ഞി, കടുക് പൊട്ടിച്ച കഞ്ഞി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ല, എനിക്ക് പൊതുവെ ഉപ്പുമാവ് ഇങ്ങനെ ഇഷ്ടമാണ്. ഞാൻ വീട്ടിലൊക്കെ എന്റെ അമ്മയ്ക്കൊക്കെ അറിയാം, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും ഇടക്കിട്ടാ. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് എനിക്ക് കാരണം ഇവൾക്ക് പണിയെടുക്കാൻ വയ്യാത്തോണ്ടല്ല, ഇവൾക്ക് എളുപ്പത്തിലുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. പക്ഷേ ശരിക്കും ഈ വീഡിയോ ഇപ്പൊ 10 മിനിറ്റ്. ഓ, ഭസ്മൊക്കെ തൊട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി ഗൈസ്. ഇതങ്ങ് ഓഫ് ചെയ്യാ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ, കോരി കുടിക്കണ പരുവത്തിൽ നമ്മൾ ഇതിനെ സെറ്റാക്കി ഗൈസ്. ഇനി നമ്മളിത് ചൂടോടെ ഇതിലേക്ക് ആക്കും. കണ്ടോ, ഇങ്ങനെ ആരെങ്കിലും ഉപ്പുമാവ് കഴിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ ഇടും. ഇങ്ങനെ എനിക്ക് തോന്നുന്നു പൊങ്കലാണോ കിട്ടുക എന്തോ, എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും വിഡിത്തരം പറയും. ഓക്കെ, ഇനിയാണ് നമ്മളുടെ ഹൈലൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം കടുമാങ്ങ അച്ചാർ. കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. ഒരു കടുമാങ്ങ എടുക്കാം, കുറച്ച് ചാറും കൂടി ഇടാം. ഇനി ശ്രീകുട്ടനൊന്നും മിണ്ടില്ല, ഇതില് ഞാൻ പതിയുണ്ടോ? ഓക്കെ, എന്നിട്ട് നല്ല ഉപ്പിലിട്ട ഉള്ളി. ഇത് നല്ല പുളി, ഉപ്പിലല്ല കേട്ടോ. ഇത് എന്തിലിട്ടേക്കണ, സുറുക്കയിലോ? നീ ശ്രീകുട്ടൻ അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറഞ്ഞൊരു ഭർത്താവ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, സോ ഇതാണ് എന്റെ വിയേർഡ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പത്തെ എന്റെ കറന്റ് ഒബ്സഷൻ. ഉപ്പുമാവ്, കടുമാങ്ങ അച്ചാർ ആൻഡ് ഉപ്പിലിട്ട നല്ല കുഞ്ഞി ഉള്ളി. ഉപ്പിലിട്ടതല്ല, നല്ല ഇത് സുർക്കയിലിട്ടത്. ഓക്കെ ഗൈസ്, ഇനി നമുക്കിത് കഴിക്കാം. കട്ട്. അപ്പോൾ ഞാനിതങ്ങ് കഴിക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ ഇതിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഷൂട്ട് ചെയ്യാം എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ കുക്കിംഗ് വീഡിയോ തന്നെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തു, 10-11 മിനിറ്റ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഇനി സെയിം ഡേ തന്നെ ഡേ ഇൻ മൈ ലൈഫായിട്ട് വേറെ ഒരു വീഡിയോ എടുക്കാം. കാരണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നീട്ടി വലിച്ച് ഈ കുക്കിംഗ് വീഡിയോയും കൂടി ആവുമ്പോൾ ഒരു 10-30 അരമണിക്കൂറിലെ ഷോർട്ട് ഫിലിമായി മാറും. അപ്പോൾ അത്രയ്ക്കൊന്നും കാണാൻ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഇനി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഈ ഒരു വിയേർഡ് എന്ന് പറയാൻ പറ്റുമോ, ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് എത്ര പേർക്ക് ഇഷ്ടമായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ കൂടുതലും ഈ പുളി, എരിവ് അത്രയില്ല, പുളിനോട് ഭയങ്കര ഒരു ക്രേസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഉള്ളിയൊക്കെ ഈ ഉപ്പുമാവിൻ്റെ കൂടെ
ഈ നമ്മളുടെ ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട മാങ്ങ എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഉപ്പിലിട്ട ഉള്ളിയൊക്കെ ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കണം. അടിപൊളി. നിങ്ങൾക്കിനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഞാൻ കടുമാങ്ങ അച്ചാറും കൂട്ടി കഴിച്ചു നോക്കുക. ശരിക്കും ഇത് ചവയ്ക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അലിഞ്ഞു പോകും. കാരണം ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കൂട്ടി ഇങ്ങനെ ഉപ്പുമാവ് വറവറാന്ന് ഇരിക്കുന്ന ഉപ്പുമാവല്ല എനിക്കിഷ്ടം. ഇതിൻ്റെ കൂടെ ആക്ച്വലി നല്ല പുളിയിട്ട മീൻകറി ആയിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ അറിയോ, ഈ വെണ്ടയ്ക്ക അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല, വെണ്ടയ്ക്ക ഒക്കെ പുളി ഒഴിച്ചിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പം ഞാൻ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, എനിക്ക് ഇടയ്ക്ക് ചിലപ്പോൾ ഉച്ചയ്ക്കോ രാത്രിയോ ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കറിയും കൂട്ടി കഴിക്കും, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടെ തന്നെ വീഡിയോ എടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഈ കുക്കിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫും കാണാൻ മറക്കരുത്. കാരണം ഇന്ന് നമ്മൾ ഒരാളെ കാണാൻ പോകുകയാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഒത്തിരി പേര് എന്നോട് സുഖാണോ, ഞാൻ വീണ്ടും പറയുന്നു, ഇൻസ്റ്റാഗ്രാം ഇടയ്ക്ക് ഞാനിപ്പോൾ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ, നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റേറ്റസ് ഇടാറുണ്ട്, ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പം എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, സുഖാണോ ചേച്ചി, ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന്. ഹാപ്പി ആയിട്ട്, ടച്ച് വുഡ്, ഹെൽത്തി ആയിട്ട് ഇപ്പം ഇതുവരെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ പോട്ടെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെന്താ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു വിയേർഡ് കുക്കിംഗ്, പ്രഗ്നൻസി ക്രേവിങ് അല്ലെങ്കിൽ പ്രഗ്നൻസി കുക്കിംഗ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇനി ഒത്തിരി കോണ്ടന്റ് ആയിട്ട് വരണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഇത് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ പറ്റിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വീഡിയോസ് സമയം കിട്ടുമ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണണം. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.